നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ അതിൻ്റെ പ്രഖ്യാപനം വരികയും വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് 16-ാം തീയതി വൈകുന്നേരം 6 മണിയോടുകൂടെ അല്ലെങ്കിൽ 5 മണി കഴിഞ്ഞ സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ കേരളക്കരയിൽ പൂർത്തിയാവുകയായിരുന്നു. 3 ദിവസം കഴിഞ്ഞ് 19-ാം തീയതി വ്യാഴാഴ്ച അതിൻ്റെ ഫലപ്രഖ്യാപനം രാവിലെ 8 മണി മുതൽ ആരംഭിക്കുകയും ഏകദേശം ഉച്ചയോടുകൂടെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വളരെ നല്ല രൂപത്തിൽ നമ്മുടെ നാട്ടിൽ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ കണ്ടിരുന്ന ഒരു കാര്യം, നേരത്തെ പലരും പ്രതീക്ഷിച്ചതിനു വിരുദ്ധമായി ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്ത് പോവുകയും പുതിയ ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ LDFന്റെ നേതൃത്വത്തിലുള്ള കക്ഷികൾക്ക് ഭൂരിപക്ഷം ലഭിക്കുകയും വളരെ വ്യത്യസ്തമായ 2 മണ്ഡലങ്ങളിലെ റിസൾട്ട്, ഒന്ന് ചരിത്രത്തിലാദ്യമായി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും മറ്റൊന്ന് PC ജോർജ് എന്ന് പറയുന്ന ഒറ്റയാൾ പട്ടാളം, അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തോടുകൂടെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത രസകരമായ വാർത്തകളായിരുന്നു അന്ന് ഉച്ചയോടുകൂടെ കേരളം കേട്ടിരുന്നത്. ഒരുപക്ഷെ 16-ാം തീയതിയുടെയും 2 ദിവസം മുമ്പ് വരെ നമ്മുടെ നാട്ടിൽ പരസ്പരം ഒരങ്ങാടിയുടെ 2 അറ്റത്ത് നിന്നുകൊണ്ട് പ്രസംഗിക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത നേതാക്കന്മാർ അന്ന് ഉച്ചയോടുകൂടെ പിന്നെ അവരിൽ വന്ന വലിയൊരു മാറ്റമുണ്ടായിരുന്നു. സന്തോഷകരമായ മാറ്റം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടി പിണറായി വിജയനെ സന്ദർശിക്കുകയായിരുന്നു. ഒരു ദിവസം കഴിഞ്ഞ് രാജഗോപാൽ AKG സെന്ററിലേക്ക് ചെന്ന് പിണറായി വിജയനെ സന്ദർശിക്കുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. പിണറായി വിജയൻ VS അച്യുതാനന്ദന്റെ അടുത്ത് ചെന്ന് ആശീർവാദം വാങ്ങുന്ന രംഗവും കേരളം കാണുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പേ ഒരുപക്ഷെ പരസ്പരം പോരടിച്ചിരുന്ന ആളുകൾ, കക്ഷികൾ തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിച്ചതോടുകൂടെ അത് അംഗീകരിക്കുകയും അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ അവർ അവരുടെ വഴി തെരഞ്ഞെടുക്കുകയും മാന്യമായ രൂപത്തിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ ഇലക്ഷന്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഏതു ഇലക്ഷന്റെയും പ്രത്യേകത എല്ലാ ആളുകളെയും വിജയിപ്പിക്കാനാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ല. പലരും ജയിക്കും, ഒരുപാട് ആളുകൾ പരാജയപ്പെടും. അതിനാണല്ലോ ഇങ്ങനെ ഒരു സംവിധാനമുള്ളത്. ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതി അനുസരിച്ചുകൊണ്ട് ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 51% നേടുന്ന ആളല്ല വിജയിയായി മാറാറ്. മറിച്ച് മത്സരിച്ച ആളുകളിൽ ഏറ്റവും കൂടുതൽ ആർക്ക് വോട്ട് കിട്ടിയോ അവരാണ് ജയിക്കാറുള്ളത്. അങ്ങനെയാണ് 140 അംഗങ്ങളിൽ 93 പേർ അല്ലെങ്കിൽ 91 പേർ LDFന്റെ അംഗങ്ങളും BJPയുടെ ഒരംഗവും സ്വതന്ത്രനായി PC ജോർജും 47 അംഗങ്ങൾ UDFന്റേതും വരികയാണ്.
നമ്മളൊരു പക്ഷേ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടാവും, ഈ ഇലക്ഷന് കുറച്ച് കൂടുതൽ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ നല്ല രൂപത്തിൽ മനസ്സിലാക്കാൻ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും അവസരം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആദരണീയരായ സംസ്ഥാന പ്രസിഡന്റാണ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. ഹൈദർ അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് മാത്രമല്ല, ചേളാരി സമസ്ത എന്ന് പറയുന്ന ആ ഒരു സമസ്തയുടെ പ്രസിഡന്റിന്റെ ചാർജുള്ള ആൾ കൂടിയാണ്. അതിന്റെ വൈസ് പ്രസിഡന്റാണ്. നിലവിലുള്ള പ്രസിഡന്റ് മരണപ്പെട്ടതോടുകൂടെ ആ ഉത്തരവാദിത്വവും അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. ഒരേ സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികൾ കാണുന്ന ഒരു കാഴ്ച ഒരു വ്യത്യസ്തമായ രണ്ട് മുഖങ്ങളാണ്. ഒന്ന് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മുഖവും അതോട് ചേർത്ത് അതിനുമപ്പുറം ആത്മീയ നേതാവിന്റെ മുഖവും. അങ്ങനെ പാണക്കാട്ടേക്ക് ആളുകൾ ഒഴുകിയപ്പോൾ, സ്ഥാനാർത്ഥിത്വ മോഹവുമായി ആളുകൾ ചെന്നപ്പോൾ ബഹുമാന്യരായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ 24 പേർക്ക് അംഗീകാരം നൽകുകയാണ് മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിക്കാൻ. 24 അംഗങ്ങള് ബഹുമാന്യരായ തങ്ങളവർകൾ കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്ത് അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആശീർവദിച്ച് പലർക്കും വേണ്ടി മന്ത്രിച്ചൂതി അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്ത് 24 ആളുകളെ പ്രഖ്യാപിക്കുകയാണ്. ആ 24 ആളുകളെ ബഹുമാനപ്പെട്ട തങ്ങളവർകൾ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ 19-ാം തീയതി ഉച്ചയോടുകൂടി കേട്ട വാർത്ത, അതിൽ 6 പേർ അമ്പെ പരാജയപ്പെട്ടു എന്ന വാർത്തയായിരുന്നു. 24 ആളുകളിൽ 6 പേർ ശരിക്കും പരാജയപ്പെടുകയായിരുന്നു. അമ്പെ പരാജയപ്പെട്ടതായിരുന്നു അതിലെ ഒരു ഭാഗം. മാത്രമല്ല, ബഹുമാന്യരായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് 140 UDF-ന്റെ അംഗങ്ങളെ വിജയിപ്പിക്കാൻ വേണ്ടി പറയുകയും അതിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അതിൽ നിന്ന് കുറഞ്ഞത് മാത്രം സ്വീകരിക്കുകയാണ്. 47 ആളുകളെ ബഹുമാന്യരായ തങ്ങളവർകൾ പറഞ്ഞതിൽ നിന്ന് അവര് വിജയിപ്പിച്ചു. 140-ൽ 93 ആളുകളെ തങ്ങൾ പറഞ്ഞതിനെയും മറികടന്നുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ പരാജയപ്പെടുത്തി. 93 ആളുകളെ വിജയിപ്പിച്ചു. 47 കഴിച്ച് ബാക്കിയുള്ള 93 അല്ലെങ്കിൽ അതിലധികമോ വരുന്ന ആളുകളെ തങ്ങൾ പറഞ്ഞതും മറികടന്നുകൊണ്ട് പരാജയപ്പെടുത്തുകയുണ്ടായി. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ 91 പേർ തങ്ങൾ ഈ കാണുന്ന രൂപത്തിൽ ആത്മീയതയും ബാക്കിയുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കളിച്ചിട്ടും ഇടതുപക്ഷത്തിൽ നിന്ന് 1 പേർ വിജയിക്കുന്നു. അല്ലാതെയുള്ള 2 പേർ അല്ലാതെയും വിജയിക്കുകയാണ്. അത് മാത്രമല്ല, നേരത്തെ വിജയിച്ചു എന്ന് പറഞ്ഞ 18 പേരിൽ നിന്ന് 10 പേർ നൂൽപാലത്തിലൂടെ കടന്നു പോവുകയാണ്. ബഹുമാന്യരായ ഹൈദർ അലി ശിഹാബ് തങ്ങൾ കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ട് ദുആ ചെയ്ത് തലയിൽ കൈവച്ച് മന്ത്രിച്ച് ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞയച്ച ആളുകളിൽ നിന്ന് 10 പേർ നൂൽപാലത്തിലൂടെ കടന്നു പോകുന്ന രൂപത്തിലായിരുന്നു, വളരെ പ്രയാസപ്പെട്ടുകൊണ്ടായിരുന്നു അവര് മെല്ലെ കടന്നുകൂടിയത്. ചില ആളുകളൊക്കെ അന്ന് ഒരുപാട് തവണ പിന്നിലായതിനു ശേഷം വളരെ പതിതാ അവസ്ഥയിൽ നിന്നായിരുന്നു മെല്ലെ കരകയറി പോന്നിരുന്നത്. അതുമാത്രമല്ല, തങ്ങളവർകൾ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞയച്ച ആളുകളിൽ 5 പേർ കേരളത്തിലെ വിവിധ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് ആളുകൾ പറഞ്ഞു വരുന്നു, 5 പേർ കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ട് ചെലവഴിച്ച് അനധികൃതമാണ് ആ തങ്ങൾ ആശീർവദിച്ച ആളുകളിൽ നിന്ന് കരകയറി മെല്ലെ അപ്പുറത്തേക്ക് കടന്നത് എന്ന് മലയാളത്തിലെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. 10 പേർ നൂൽപാലത്തിലൂടെ കടന്നപ്പോ 5 പേർ ഒരുവിധം അവര് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് അനധികൃതമായ മാർഗങ്ങളിലൂടെയാണ് കടന്നുപോയത് എന്ന് ഇവിടെ ധാരാളം മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുകയും ജനങ്ങൾ ഇന്നും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അത് മാത്രമല്ല, വേറെ ഒരു കാര്യം കൂടി അതിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 60 കൊല്ലക്കാലമായി
മുസ്ലിം ലീഗിന്റെ കോട്ടയായിരുന്ന മലപ്പുറം ജില്ലയിലെ താനൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലത്തിൽ അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല 60 കൊല്ലക്കാലത്തെ ചരിത്രം, മലപ്പുറത്തിന്റെ ചരിത്രം മാറ്റിയെഴുതിക്കൊണ്ട് മറ്റൊരാൾ ഇടതുപക്ഷത്തിന്റെ ബാനറിൽ വിജയിച്ചു വരികയാണ്. അതുപോലെ കൊടുവള്ളി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ കോട്ടയിൽ നിന്ന് വലിയ തോതിൽ എല്ലാ പ്രചാരണ പ്രവർത്തനങ്ങളും നടത്തുകയും അതിന്റെ നേതാക്കന്മാർ മുഴുവനും വന്ന് പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്ത് ആദ്യം മുതൽ അവസാനം വരെ കോട്ട കാക്കാൻ വേണ്ടി അധ്വാനിച്ചിട്ടും അവിടെ നിന്ന് MA റസാഖ് എന്ന് പറയുന്നയാൾ പരാജയപ്പെടുകയും കാരാട്ടോ റസാഖ് വിജയിച്ച് MLA ആയി മാറുകയും ചെയ്യുകയാണ്. ഈ കാണുന്ന രൂപത്തിലൊക്കെ കേരളത്തിൽ നടന്നിട്ടും എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഹൈദർലി ശിഹാബ് തങ്ങളുടെ മയ്യത്ത് മറവ് ചെയ്യുന്ന ഒരു രംഗം കേരളത്തിൽ എവിടെയും ഉണ്ടായിട്ടില്ല. അതുപോലെ ഹൈദർലി ശിഹാബ് തങ്ങളുടെ കോലം കെട്ടിയുണ്ടാക്കിയിട്ട് അത് കത്തിക്കുന്ന ഒരു ചിത്രം നമ്മുടെ നാട്ടിൽ എവിടെയും ഏതെങ്കിലും ഒരു മനുഷ്യന് അങ്ങനെ ഒരു രംഗത്തിന് സാക്ഷിയാവേണ്ടി വന്നിട്ടില്ല. റോട്ടിലൂടെ പ്രകടനം നടത്തിയ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകന്മാർ അവരാരും പാണക്കാട് സയ്യിദന്മാരെ അപഹസിച്ചുകൊണ്ട്, ചീത്ത വിളിച്ചുകൊണ്ട്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കടന്നു പോകുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. ഇവിടെ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ജയിച്ചിരിക്കുന്ന ഈ കക്ഷികളുടെ വളരെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ അവര് എല്ലാവരും മുസ്ലിമീങ്ങളല്ല, അമുസ്ലിമീങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, അതുപോലെ അല്ലാത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും അതുപോലെ BJPയുടെ പ്രവർത്തകന്മാരും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവരാരും മദ്രസയിൽ പോയി പഠിച്ചവരല്ല. ഒരുപക്ഷെ ക്രൈസ്തവ സഹോദരന്മാർ അവര് ഞായറാഴ്ച ചെന്നുകൊണ്ട് സൺഡേ സ്കൂളിൽ പഠിക്കുകയോ ബൈബിൾ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയോ ചെയ്തതിനപ്പുറത്ത് നമ്മുടെ ചെറുപ്പക്കാർ പഠിച്ചതുപോലെ മദ്രസയിൽ പോയി വർഷങ്ങളോളം പഠിച്ചവരല്ല. മദ്രസയിൽ പോയി പഠിക്കാത്ത, സൺഡേ സ്കൂളിൽ പോയി മാത്രം അല്പം ധാർമ്മിക പരമായ കാര്യങ്ങൾ പഠിച്ച, സൺഡേ സ്കൂളിലും മദ്രസയിലും പോവാത്ത, പള്ളിയിൽ പോവാത്ത ഹൈന്ദവ സമൂഹത്തിന്റെ പ്രതിനിധികളായ ചെറുപ്പക്കാർ പോലും നമ്മുടെ നാട്ടിൽ വളരെ മാന്യമായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്തപ്പോ, അവരാഘോഷിച്ചപ്പോൾ എന്റെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തോട് പറയുന്നു, ഞങ്ങൾ മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ നിങ്ങളോട് ഒരു പക്ഷേ മാപ്പ് ചോദിക്കേണ്ട രൂപത്തിലായിരുന്നു മുസ്ലിം സമുദായത്തിന്റെ പേരിലുള്ള ചില ആളുകൾ നാടൊട്ടുക്കും അടിഞ്ഞാടിയത്. ഏറ്റവും മോശമായിട്ട് അങ്ങ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകൾ പരിഹസിക്കുന്ന രൂപത്തിൽ, തെറ്റിദ്ധരിക്കുന്ന രൂപത്തിൽ, വിശുദ്ധ ഇസ്ലാമിനെ ആളുകൾ തെറ്റായി മനസ്സിലാക്കുന്ന രൂപത്തിൽ അന്യമതക്കാരായ ആളുകൾ പോലും വിശുദ്ധമായ ആദർശത്തെ പരിഹസിക്കാൻ ഒതുങ്ങുന്ന രൂപത്തിലായിരുന്നു കുറെ ആളുകൾ ശരീരമാസകലം പച്ച തേച്ച്, പച്ച തുണിയെടുത്ത് തോന്നിയ രൂപത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ പെരുമാറിയിരുന്നത് എന്ന കാര്യം ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരിക്കാം അവരിങ്ങനെ പെരുമാറുന്നതിന്റെ കാരണം? ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പ് കുറഞ്ഞ ചില കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. എന്താണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലുണ്ടായ കാര്യം? ഈ ഒരു ആഘോഷം കഴിഞ്ഞ്, ഈ കാണുന്ന തെറിപ്പൂരങ്ങൾ കഴിഞ്ഞ്, ഈ കാണുന്ന രൂപത്തിലുള്ള ഏറ്റവും മോശമായ ഈ ഒരു കൾച്ചർ, ആ കൾച്ചർ സമൂഹത്തിന്റെ മുമ്പിൽ ബാക്കി വെച്ചുകൊണ്ട് അത് നടത്തിയതിനു ശേഷം കോഴിക്കോട്ടങ്ങാടിയിൽ പത്രക്കുറിപ്പ് ഇറക്കുകയായിരുന്നു ചില പണ്ഡിത വേഷധാരികൾ. കോട്ടുമല മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് അവിടെ വെച്ചുകൊണ്ട് വന്ന ഒരു കാര്യം, ഒരു പത്രക്കുറിപ്പ് നമ്മൾ വായിക്കുകയുണ്ടായി. എന്താണ് കോട്ടുമല മുസ്ലിയാർ പറഞ്ഞത്? കോട്ടുമല മുസ്ലിയാർ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെതായി അന്ന് വന്നിരുന്ന, ഇതോടനുബന്ധിച്ച് വന്നിരുന്ന ഒരു കാര്യം, ഇസ്ലാമിക ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്. അതുപോലെ
അതും കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ മുഴുവനും ഇപ്പോൾ പൊതുയോഗങ്ങൾ നടക്കുകയാണ്. ഈങ്ങാപ്പുഴയിൽ മാത്രമല്ല, പരിസരത്തുള്ള പ്രദേശങ്ങളിലും പൊതുയോഗം നടത്തുകയാണ്. ഈ പൊതുയോഗം നടത്തിയിട്ട് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, വിശുദ്ധ ഇസ്ലാമിന്റെ ആദരണീയരായ നേതൃത്വത്തെ സമൂഹത്തിന്റെ മുമ്പിൽ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു തരം ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ, കേരളത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ അടുത്ത കാലത്ത് രൂപപ്പെട്ട ഫാസിസ്റ്റ് മനോഭാവമുള്ള ആളുകൾ, ആ മനോഭാവമുള്ള ആളുകൾ പൊതുയോഗം നടത്തിയിട്ട് ആളുകളുടെ നിസ്കാരവും ആളുകളുടെ നോമ്പും ആളുകളുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും എല്ലാം കാറ്റിൽ പരത്തിക്കൊണ്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾക്ക് സംഘടിപ്പിക്കേണ്ടി വന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, അഹ്ലുസുന്ന വൽ ജമാഅ കഴിഞ്ഞ 35-40 കൊല്ലക്കാലമായിട്ട് അതിന്റെ രാഷ്ട്രീയ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. രാഷ്ട്രീയ നയത്തിൽ എവിടെയും മാറ്റം വരുത്തിയിട്ടില്ല. എന്താണ് AP ഉസ്താദ് അല്ലെങ്കിൽ അഹ്ലുസുന്ന ലോകത്തോട് പറഞ്ഞ രാഷ്ട്രീയ നയം? ഒരേ ഒരു കാര്യം, അത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞതാണ്, EK ഹസൻ മുസ്ലിയാർ ഉസ്താദ് പറഞ്ഞതാണ്, വാണിയമ്പലം ഉസ്താദ് പ്രഖ്യാപിച്ചതാണ്, കോട്ടുമല ഉസ്താദ് പ്രഖ്യാപിച്ചതാണ്. അതിനു മേലെ വേറെ ഒരു കാര്യം ബഹുമാന്യരായ AP ഉസ്താദിന്റെ വക ഇതിൽ ചേർത്തിട്ടില്ല. അത് മാത്രമല്ല, ആ നയം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമാണ്. അതായത് തങ്ങളെ എതിർക്കുന്നവരെ എതിർക്കുക, പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളെ എതിർക്കുന്നവനെ നമ്മൾ ആരെങ്കിലും പാമ്പിന് പാല് കൊടുക്കുമോ? നമ്മൾ ആരെങ്കിലും നമ്മുടെ എതിരാളിക്ക് അവന് കയറിപ്പോവാൻ കോണി വെച്ച് കൊടുക്കുമോ? ഒരാളും സാധാരണ ബുദ്ധിയുള്ള മനുഷ്യരാരും ചെയ്യില്ല. ഇത് ലോകത്തുള്ള ഏറ്റവും നമ്മൾ മനസ്സിലാക്കുന്ന ഇലക്ഷനിലാവട്ടെ അല്ലാത്ത സമയത്താവട്ടെ എവിടെയും നടക്കുന്ന ഒരു കാര്യമാണ്. എതിരാളി നമുക്ക് ദോഷം ചെയ്ത ആൾ, അവനോട് ഒരു പക്ഷേ നമുക്ക് മാന്യമായിട്ട് കാര്യങ്ങൾ അവന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന സമയം അവൻ ആ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് എവിടെയും നടക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് 1979 സമസ്ത എടുത്ത തീരുമാനമാണ് നമ്മളെ സഹായിക്കുന്നവരെ സഹായിക്കുക. അത് തിരിച്ചും മറിച്ചും ഒക്കെ വന്നിട്ടുണ്ട്, ഇടത്തോട്ടും വലത്തോട്ടും കയറിയിട്ടുണ്ട്. 1979 സമസ്ത ഈ തീരുമാനമെടുത്തതിന് ശേഷമാണ് പി സീതി ഹാജി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ മെമ്പറെ പരാജയപ്പെടുത്താൻ ഇവിടെ ഉണ്ടായിരുന്ന സമസ്തയുടെ മഹോന്നതന്മാരായ നേതാക്കന്മാർ പുളിക്കലങ്ങാടിയിൽ പൊതുയോഗം നടത്തിയത്. എന്താണ് കാരണം? വെറുതെ ആയിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിക്കാൻ വേണ്ടി വന്ന പത്തായക്കോടൻ സീതി ഹാജിയെ തോൽപ്പിക്കണമെന്ന് ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ പറയാനുണ്ടായിരുന്ന കാരണം, ആ സീതി ഹാജി എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ അന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, മറ്റൊന്നുമല്ല, എന്റെ അവസാനത്തുള്ളി രക്തവും സുന്നിക്കെതിരെ ചെലവഴിക്കുമെന്നായിരുന്നു. എന്റെ അവസാനത്തുള്ളി രക്തവും സുന്നിക്കെതിരെ ചെലവഴിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾക്ക് നമ്മൾ പാല് കൊടുക്കാൻ പോവില്ല. സാമാന്യ ബുദ്ധിയുള്ള ഒരാളും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞു അയാളെ പരാജയപ്പെടുത്തണം. അത് 1979 ശേഷമുള്ള സമയമായിരുന്നു. അവിടെ മുസ്ലിം ലീഗിന്റെ ആളാണോ, UDFന്റെ ആളാണോ, അല്ലെങ്കിൽ പാണക്കാട്ട് തങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണോ? അതൊന്നും ആയിരുന്നില്ല പ്രധാനം. സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും അയാൾ നമ്മുടെ എതിരാളിയായിരുന്നു എന്നുള്ളതാണ്. അയാൾ അത് പ്രകടിപ്പിച്ചിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞു അയാളെ പരാജയപ്പെടുത്തണം. സുന്നികളോടുള്ള UDFന്റെ നയനിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിനുശേഷമുള്ള സമയത്ത് പലപ്പോഴും അവരെ എതിർത്തിട്ടുണ്ട്. ആരാന്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വഹാബികൾ അവരെ ആദർശം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്കൂൾ പാഠപുസ്തകം ഉപയോഗപ്പെടുത്തിയപ്പോ UDFനെതിരെ, കരുണാകരനെതിരെ, അല്ലെങ്കിൽ കരുണാകരന്റെ മുന്നണിക്കെതിരെ ആ കാലത്തെ ആലിമീങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് കേരളം കണ്ട കാര്യമാണ്. അപ്പൊ സീതി ഹാജിക്കെതിരെ എടുത്തിട്ടുണ്ട്, UDFനെതിരെ എടുത്തിട്ടുണ്ട്, മുസ്ലിം ലീഗ് നിയമിച്ചിരിക്കുന്ന വഹാബികൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അവിടെ മാത്രമല്ല, ബഹുമാന്യരായ EMS നമ്പൂതിരിപ്പാട് ശരീഅത്ത് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു വേള ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെട്ട ഒരു സമയം വന്നപ്പോൾ നമ്മൾ ഇടതുപക്ഷത്തെ എതിർത്തിട്ടുണ്ട്, ഇടതുപക്ഷത്തെയും എതിർത്തിട്ടുണ്ട്. EMS നമ്പൂതിരിപ്പാടിനെ തിരുത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇടത്തോട്ടും ചിലപ്പോ തിരിഞ്ഞിട്ടുണ്ട്, വലത്തോട്ടും തിരിഞ്ഞിട്ടുണ്ട്.
അത് മാത്രമല്ല, ഒരു കാര്യം കൂടി, ചെറിയൊരു കാര്യം കൂടി പറയണം. കേരളീയ മുസ്ലിമീങ്ങൾ ഇന്ന് കാണുന്ന രൂപത്തിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നതിന്റെ ചാലക ശക്തിയായിട്ട് ഇവിടെയുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആധികാരിക പണ്ഡിത സഭ ഉള്ളത് കൊണ്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിമീങ്ങളെക്കാൾ ഈ കാണുന്ന ഇസ്സത്തുണ്ടാക്കാൻ കഴിഞ്ഞത് എന്ന് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ചില രാഷ്ട്രീയ പ്രസംഗകര് പറയാറുണ്ട് മുസ്ലിം ലീഗ് ഉള്ളത് കൊണ്ടാണ് എന്ന്. അല്ലേ അല്ല. കാരണം സ്വതന്ത്ര ഭാരതത്തിൽ മുസ്ലിം ലീഗിന് പശ്ചിമ ബംഗാളിൽ MLA-മാരുണ്ടായിരുന്നു, MP-മാരുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് MLA-മാരുണ്ടായിരുന്നു. അതുപോലെ മറ്റു പ്രദേശങ്ങൾ UP-യിൽ നിന്ന് അവർക്ക് അസംബ്ലിയിലേക്ക് മത്സരിച്ച മെമ്പർമാരുണ്ടായിരുന്നു. മുസ്ലിം ലീഗ് അവിടെയൊക്കെ ഉണ്ടായിട്ടും അവിടെയുള്ള മുസ്ലിമീങ്ങൾക്ക് ഈ കാണുന്ന പുരോഗതി ഉണ്ടായിട്ടില്ല. അതേ സമയത്ത് കേരളക്കരയിലെ മുസ്ലിമീങ്ങൾക്ക് ഈ കാണുന്ന പുരോഗതി ഉണ്ടായതിന്റെ ഒരേ ഒരു കാരണം ഞങ്ങൾ വിശ്വസിക്കുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് എന്ന്. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയിട്ട് രണ്ടു കഷ്ണമായിട്ട് പിളർത്തുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് നിയോഗിച്ച വ്യക്തിയായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേഠ് സാഹിബ്. INL-ന്റെ സുഹൃത്തുക്കൾ എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അവര് തൽക്കാലത്തേക്ക് ക്ഷമിക്കണമെന്ന് അവരോട് പറയുകയാണ്. 1989 മുസ്ലിം ലീഗിന്റെ ബാനറിൽ മഞ്ചേരി നിയോജക മണ്ഡലത്തിൽ സുലൈമാൻ സേഠ് മത്സരിക്കുന്ന സമയം വന്നപ്പോൾ അദ്ദേഹത്തിനെതിരെയും കേരളത്തിലെ സുന്നികൾക്ക് നിലപാടെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇടയ്ക്കൊരു കാര്യം പറയണം, സുലൈമാൻ സേഠ് സാഹിബിനെതിരെ പരസ്യമായിട്ട് ഒരു സ്ഥലത്തും നമ്മൾ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. 1989 കുന്നമംഗലത്ത് വെച്ചുകൊണ്ട് നയവിശദീകരണ സമ്മേളനം നടത്തിയപ്പോൾ ആ സ്ഥാനാർത്ഥിയുടെ പേര് പോലും പരാമർശിക്കാതെ, ആ പാർട്ടിയുടെ പേര് പോലും പരാമർശിക്കാതെ നമുക്കെതിരെ അവർ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾ പറഞ്ഞുകൊണ്ട്, അദ്ദേഹത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ആ പാർട്ടിയിൽ നിന്ന് വന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബുദ്ധിയുള്ള ആളുകൾക്ക് തിരിയുന്ന രൂപത്തിലായിരുന്നു അന്ന് അവിടെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. 1989 ബഹുമാന്യരായ സേഠ് സാഹിബ് മത്സരിച്ച സമയം കേരളത്തിലെ സുന്നികൾ അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. അതുപോലെ അതിന് കാരണം സമസ്തയെ വളർത്താൻ വേണ്ടി തന്റെ ജീവിതത്തിന്റെ നല്ല ഒരു പങ്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നതായിരുന്നു സേഠ് സാഹിബിനെതിരെ ഇങ്ങനെ നീങ്ങാനുണ്ടായിരുന്ന കാരണം. അദ്ദേഹത്തോട് വ്യക്തിപരമായി നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സേഠ് സാഹിബ് ആയിരുന്നു തലശ്ശേരിയിലേക്ക് EK അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർകളെ വിളിച്ചു വരുത്തിയിട്ട് ഈ ഒരു നാടകം രൂപപ്പെടുത്തുന്നതിന് വേണ്ടി കാർമ്മികത്വം വഹിച്ചയാൾ. അതിന് പോയ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ എതിർപക്ഷത്തു നിൽക്കുന്ന ആളെ പാല് കൊടുത്ത് പാലൂട്ടുകയല്ലോ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുക. ഏതു ഇലക്ഷനിലും 2 റോളേ മനുഷ്യർക്ക് ചെയ്യാനുള്ളൂ. ഒന്നിരിക്കൽ ജയിപ്പിക്കുക, അല്ലെങ്കിൽ പരാജയപ്പെടുത്തുക. ഒന്നിരിക്കൽ ജയിക്കാനുള്ള വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ തോൽപ്പിക്കാനുള്ള പണി ചെയ്യുക. ഈ രണ്ടാലൊരു പണി മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അതുപോലെ ഇടക്കാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് ചെറിയ സൗന്ദര്യപ്പിണക്കം രൂപപ്പെട്ട സമയം, ചെറിയ സൗന്ദര്യപ്പിണക്കം ഇടതുപക്ഷ പ്രസ്ഥാനവുമായിട്ട് 2005 ശേഷം രൂപപ്പെട്ടതിന്റെ ഫലമായിട്ട് 2009, 2010, 2011 ഈ 3 വർഷങ്ങളിൽ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്, ലോക്സഭാ ഇലക്ഷൻ ഉണ്ട്, നിയമസഭാ ഇലക്ഷൻ ഉണ്ട്. ആ സമയത്ത് നമ്മൾ വേറെ ഒരു രൂപത്തിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായൊരു വിഷയം എതിർക്കുന്നവരെ എതിർക്കുക എന്നും സഹായിക്കുന്നവരെ സഹായിക്കുക എന്നുമുള്ള സാമാന്യമായ ഒരു നയമായിരുന്നു. ആ നയത്തിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് 2016 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട 2 പ്രവർത്തകന്മാരെ മണ്ണാർക്കാട് വെച്ചുകൊണ്ട്, മണ്ണാർക്കാടിന്റെ പരിസരത്തുള്ള കല്ലാങ്കുഴിയിൽ വെച്ചുകൊണ്ട് ക്രൂരമായി വെട്ടിനുറുക്കി കൊലപ്പെടുത്തിയ കൊലയാളികൾക്ക്, തെമ്മാടിക്കൂട്ടങ്ങൾക്ക് അവിടെയുള്ള മുസ്ലിം ലീഗിന്റെ MLA എല്ലാ രൂപത്തിലുമുള്ള പിന്തുണ കൊടുത്ത സമയം ബഹുമാന്യരായ ഷെയ്ഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ്
അദ്ദേഹം തന്റെ കുട്ടികള് ആ സ്ഥാപനത്തിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ അവരോട് സംസാരിക്കുന്ന സമയത്ത് ഉസ്താദ് പറഞ്ഞു, അയാൾ ജയിക്കാൻ പാടില്ല, അയാൾ ജയിക്കാൻ പാടില്ല. ആ നയത്തിൽ ഇന്നും ഉസ്താദ് ഉറച്ചു നിൽക്കുന്നുണ്ട്. കുവൈത്തിൽ വെച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞു, അതാണ് ഞാൻ ആഗ്രഹിച്ചത്, അത് തന്നെയാണ്, അയാൾ ജയിക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇപ്പോഴും തീർത്തു പറഞ്ഞു, ഇപ്പോഴും അത് തന്നെ പറഞ്ഞു. പക്ഷേ എലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അയാൾ മെല്ലെ അങ്ങ് കടന്നുകൂടുകയുണ്ടായി. മെല്ലെ എന്ന് മാത്രമല്ല, ഞാൻ അവസാനം എണ്ണിയ 5 പേരിൽ ഒരാളായിട്ടാണ് ശംസുദ്ദീൻ എന്ന് പറയുന്ന പുതിയ അവതാരം മണ്ണാർക്കാട് നിന്ന് മെല്ലെ നിയമസഭയിലേക്ക് എത്തിയത്. അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപയാണ് നിലമ്പൂരിലെ പഴയ ബീഡി കമ്പനിക്കാരന്റെ മകൻ ചെലവഴിച്ചത്, KMCC-യുടെ പ്രവർത്തകന്മാർ ചെലവഴിച്ചത്. അവരതിനു വേണ്ടിയിട്ട് നിരങ്ങാത്ത തെരുവോരങ്ങളില്ല, അതിനു വേണ്ടിയിട്ട് മുട്ടിട്ടിഴയാത്ത ചാളകളില്ല. അങ്ങനെയൊക്കെ മാനം കെട്ട് നാണം കെട്ട് തെറ്റിന്റെ വഴി സ്വീകരിച്ചുകൊണ്ടായിരുന്നു എൻ ശംസുദ്ദീൻ എന്ന് പറയുന്നയാൾ പുതിയ അവതാരമായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളോട് പറയട്ടെ, മെല്ലെ നിയമസഭയിലേക്ക് കടന്നുകൂടിയത് എങ്കിൽ അവിടെ അന്ന് പറഞ്ഞെടുത്ത് ഇന്നും ഞങ്ങൾ നിൽക്കുകയാണ്. കാരണം അയാൾ കൊലയാളികളെ സഹായിച്ചവനാണ്. അയാൾ ജയിച്ചതുകൊണ്ട് അയാളുടെ കയ്യിലുള്ള ആ രക്തത്തിന്റെ കറ അല്ലെങ്കിൽ രക്തത്തിന്റെ കറ പറ്റിയവനെ സഹായിച്ചത് അത് മാറിയിട്ട് ശംസുദ്ദീൻ പുണ്യാളച്ചനായി മാറില്ല. ശംസുദ്ദീനെ പുണ്യാളച്ചനായി പ്രഖ്യാപിക്കാൻ ഇതിന്റെ പേരിൽ 10 വോട്ട് കിട്ടിയതിന്റെ പേരിൽ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അയാൾ ഈ ഒരു തെമ്മാടിക്കൂട്ടത്തെ സഹായിച്ച ആൾ തന്നെയാണ്. ജയിച്ചു എന്നതുകൊണ്ട് ഒരാൾ പുണ്യാളനാവുകയാണെങ്കിൽ ഇവിടെ പുണ്യാളന്മാര് വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടാവും. ബീഹാറിൽ നിന്ന് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളല്ലേ പപ്പു യാദവ്. ആ പപ്പു യാദവ് ഇവിടെ ഇന്ത്യ കണ്ട വലിയ ക്രിമിനലുകളിൽ ഒരാളാണ്. അതേസമയത്ത് MP ആണ്. MP-യും ക്രിമിനലുമാണ്. ഗുജറാത്തിലെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നൊടുക്കാൻ നേതൃത്വം നൽകിയാൾ. അത് കഴിഞ്ഞ് പിന്നെയും അവിടെ മുഖ്യമന്ത്രിയായി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി. അതിന്റെ പേരിൽ കൈകളിൽ പറ്റിയ ചോരക്കറമായില്ല, അതൊരിക്കലും മാറില്ല. ശംസുദ്ദീന്റെ കഥയിലും അതങ്ങനെ തന്നെയാണ്. ശംസുദ്ദീനെതിരെ നിലപാട് സ്വീകരിക്കാനുണ്ടായിരുന്ന കാരണം ഈ പറഞ്ഞ വിഷയങ്ങൾ മാത്രമായിരുന്നു. അദ്ദേഹം ഈ കാണുന്ന രൂപത്തിൽ തെമ്മാടി കൂട്ടങ്ങളെ സഹായിച്ചു എന്ന കാര്യം വന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഈ കാര്യം പറഞ്ഞത്. ഉസ്താദ് മുതലക്കുളത്തേക്ക് ആളുകളെ വിളിച്ചു ചേർത്തല്ല ഈ കാര്യം പറഞ്ഞത്. ഡൽഹിയിൽ വെച്ചുകൊണ്ടല്ല, തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ടല്ല, മണ്ണാർക്കാട്ട് പൊതുയോഗം നടത്തിയിട്ടല്ല. തന്റെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികൾ, ആ കുട്ടികൾ വന്ന സമയത്ത് ഉസ്താദ് തന്നെ പറഞ്ഞു, എന്റെ മുമ്പിൽ ഉണ്ടാകേണ്ടിയിരുന്ന നൂറുദ്ദീൻ, ആ നൂറുദ്ദീൻ എന്റെ കൂടെ വരേണ്ടവനായിരുന്നു, ഇവിടെ ഉണ്ടാകേണ്ടവനായിരുന്നു. ആ നൂറുദ്ദീനെ ഒരു കാരണവുമില്ലാതെ വെട്ടി നുറുക്കിയിട്ട് SYS-ന്റെ പ്രവർത്തകനാണ് എന്ന ഒരേ ഒരു കാരണത്താൽ കൊത്തി നുറുക്കിക്കൊന്ന് ഈ ഒരു കാര്യം മനസ്സിലേക്ക് കടന്നു വന്ന സമയം ഞാൻ അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ മഗ്‌രിബിന് ശേഷം അല്പം കൂടി പറയാമെന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. നടപ്പിലാക്കി വരുന്നത് സ്വാഭാവികമായും ഇതിന്റെ ഇടയിൽ വന്ന ഒരു കാര്യം, എല്ലാ വാർഡിലും, എല്ലാ പഞ്ചായത്തിലും, എല്ലാ നിയോജക മണ്ഡലത്തിലും, എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞ രൂപത്തിൽ തന്നെ കഴിഞ്ഞ കാലത്തും കാര്യങ്ങൾ നടന്നിട്ടില്ല. ചിലപ്പോൾ ഈ ഇലക്ഷനിലും വന്നിട്ടുണ്ടാവില്ല. ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. 140 നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് അടങ്ങുന്ന UDF-ന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ പറയുകയും 24 സ്ഥലത്തെ ആളുകൾക്ക് കെട്ടിവെക്കാനുള്ള പൈസ കൊടുത്ത് അവരെ ആശീർവദിച്ച് ദുആ ചെയ്ത് പറഞ്ഞേക്കുകയും ചെയ്തിട്ട് അവരിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് ജയിച്ചത് 18 പേരാണ്. UDF-ൽ നിന്ന് ജയിക്കുന്നത് 47 പേരാണ് ആകെ ജയിക്കുന്നത്. 93 ആളുകൾ തങ്ങൾ പറഞ്ഞെടുത്ത് ആ 93 മണ്ഡലങ്ങളിൽ തങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇന്നിവിടെ കഴിഞ്ഞ ടേമിൽ ഭരിച്ചിരുന്ന UDF സർക്കാരുമായൊരു നല്ല നീക്കുപോക്കായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗുമായിട്ടൊരു നല്ല നീക്കുപോക്കായിരുന്നു നമ്മുടെ നേതൃത്വം
ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. മുസ്ലിം ലീഗ് 2006 ഇലക്ഷനിൽ ആകെ മൂക്കുകുത്തി തകിടം മറിഞ്ഞ് താഴെ വീണ സമയത്ത് അവർ ചെയ്തിരുന്ന ഒരു തന്ത്രമായിരുന്നു മുസ്ലിമീങ്ങളെ എല്ലാവരെയും അവരെ ഒന്നിപ്പിച്ച് ഒരേ രൂപത്തിൽ കൊണ്ടുപോവുക എന്നുള്ള നയം. ആ നയത്തിന്റെ ഭാഗമായിട്ട് അവര് പറഞ്ഞ ഒരു കാര്യം എല്ലാവർക്കും ഒരേ രൂപത്തിൽ നീതി ലഭിക്കും എന്നായിരുന്നു. എല്ലാവരോടും ഒരേ രൂപത്തിൽ പെരുമാറുമെന്നായിരുന്നു. ആ രൂപത്തിൽ പറഞ്ഞപ്പോൾ ചെറിയ രൂപത്തിലെങ്കിലും 2011 ഇലക്ഷനിലും അതിനു മുമ്പുള്ള പഞ്ചായത്ത് ഇലക്ഷനിലും അതിനു മുമ്പുള്ള ലോക്സഭാ ഇലക്ഷനിലും നമ്മുടെ ചില പ്രവർത്തകന്മാർ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതാർക്കും വേറെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ പുതുപ്പാടി പഞ്ചായത്തിലാവട്ടെ, തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലാവട്ടെ, കോഴിക്കോട് ജില്ലയിലാവട്ടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇവിടെ നടന്നത് മറ്റൊരു കാര്യമായിരുന്നു. ജയിച്ച് കയറി അങ്ങ് പോയപ്പോഴേക്ക് പാലം കടന്നപ്പോ പിന്നെ കൂരായണ എന്ന നയമായിരുന്നു മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. പാലം കടന്നപ്പോ കൂരായണ എന്ന് പറയുന്ന നയം സ്വീകരിച്ചു. ആ നയം സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് എല്ലാവരോടും ഒരേ രൂപത്തിൽ നിൽക്കുമെന്ന് നേരത്തെ പറഞ്ഞ സ്ഥാനത്ത് നിന്ന് അവരിൽ വന്ന മറ്റൊരു മാറ്റം, ആ മാറ്റം SYS-കാരോട് ഒരു സമീപനവും, ചേളാരി ഫാസിസ്റ്റുകാരോട് മറ്റൊരു സമീപനവും, മുജാഹിദുകളോടും മറ്റുള്ളവരോടും അവർക്ക് പറ്റുന്ന ഒരു സമീപനവും എന്ന രൂപത്തിലുള്ള ഇരട്ടത്താപ്പ് നയമായിരുന്നു മുസ്ലിം ലീഗുകാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു സാമ്പിള് പറയട്ടെ. താമരശ്ശേരി കേരള യാത്രയുടെ സ്വീകരണ യോഗം നടക്കുന്ന സമയം ബഹുമാന്യരായ കാന്തപുരം ഉസ്താദ് 2012 കേരളത്തെ ഇളക്കിമറിച്ചുകൊണ്ട് കേരള യാത്ര നടത്തിയ സമയം, ആ കേരള യാത്ര നടത്തിയപ്പോ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തെ 2 പ്രസ്ഥാനങ്ങൾ മാത്രമാണ് അതുമായി സഹകരിക്കാതെ പോയിട്ടുള്ളത്. 2 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രം. ഏതാണ് ഈ 2 രാഷ്ട്രീയ പ്രസ്ഥാനം? ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടി അതിന് അവരുടേതായ ന്യായം പറഞ്ഞിട്ടുണ്ട്. ആ ന്യായം ഏതാണ്? അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ പഠിച്ചതിൽ നിന്ന് മനസ്സിലായ കാര്യം, ഞങ്ങൾ നിങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ അനുയായികൾ ഞങ്ങളിനി എന്തൊക്കെ അവരുടെ കൂടെ എന്തൊക്കെ ചെയ്തു കൊടുത്താലും താമരക്ക് വോട്ട് ചെയ്യില്ല എന്നതായിരുന്നു പൂനൂരിൽ വെച്ചും മറ്റു പല സ്ഥലങ്ങളിൽ വെച്ചും PS ശ്രീധരപിള്ള അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണത്. വളരെ നല്ല രൂപത്തിൽ കേരളം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ പറഞ്ഞു, AP വിഭാഗം എന്ന് പറയുന്ന ഈ വിഭാഗം ഞങ്ങൾ അവരുടെ കൂടെ എത്ര അധ്വാനിച്ചാലും താമരക്ക് അവർ വോട്ട് ചെയ്യുന്ന ഒരു സമീപനമല്ല അവരിൽ നിന്ന് ഞങ്ങൾ കണ്ടത് എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെറുതെ വന്നിട്ട് എന്ത് കാര്യമാണ്? BJP-ക്കാർ സഹകരിച്ചില്ല. അതിൽ നമുക്ക് അവരോട് പരാതിയുമില്ല. കാരണം നമ്മൾ അവരുമായി നേരത്തെ കരാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ് കേരള യാത്ര എന്ന് പറയുന്ന വലിയ ഒരു ചരിത്ര സംഭവം കേരളത്തിൽ നടന്നപ്പോൾ പുറം തിരിഞ്ഞു നിന്ന ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു. അങ്ങ് ഹൊസങ്കടിയിൽ നിന്ന് തുടങ്ങിയിട്ട് തിരുവനന്തപുരത്തെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്നതുവരെ ഒരു വേദിയിലും അവരൊരാളും വന്നില്ല എന്ന് മാത്രമല്ല, താമരശ്ശേരി വെച്ചുകൊണ്ട് C മോയിൻകുട്ടി സാഹിബ് AP ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് വരാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മേലെ നിന്നുള്ള നിർദ്ദേശമാണ് നിങ്ങളുടെ വേദിയിലേക്ക് വരാൻ പാടില്ല എന്ന്. മേലെ നിന്നുള്ള നിർദ്ദേശമാണ്. SYS-കാര് യാതൊരു വിഷയമേ ആക്കിയില്ല. കാരണം നമുക്ക് സ്വന്തമായി തന്നെ ആ യാത്ര വിജയിപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് തന്ന, കഴിവ് തന്ന, ശേഷി തന്ന, സംഘടിതമായി അതിനു മാത്രം ശക്തിയുള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ അതിലൊരു വലിയ കാര്യമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഈ കേരള യാത്ര കടന്നുപോയ അതേ വഴിയിലൂടെയായിരുന്നു വേറെ ഒരു യാത്ര കടന്നുപോയത്. ആ യാത്ര കടന്നുപോയപ്പോൾ പൂനൂരങ്ങാടിയിലെ സ്വീകരണ പരിപാടിയിൽ ഫാത്തിഹ ഓതി തുടങ്ങിയതു മുതൽ സലാത്ത് ചൊല്ലി നന്ദി പറഞ്ഞ് പിരിയുന്നതുവരെ മുസ്ലിം ലീഗിന്റെ MLA-മാർ വേദി പങ്കിടുന്നു. അവർക്കൊരു നീതി, SYS-കാർക്ക് മറ്റൊരു നീതി.
നേരത്തെ വോട്ട് ചെയ്യുന്ന സമയത്ത് വോട്ടിന് വേണ്ടി പറഞ്ഞ സമയത്ത് പറഞ്ഞു നിങ്ങളോട് എല്ലാവരോടും കാണിക്കുന്ന രൂപം തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുവെങ്കിൽ അവര് നേർക്ക് നേരെ മുഖത്തു നോക്കിയിട്ട് വഞ്ചിക്കുന്ന സമീപനമായിരുന്നു ഈ ഒരു യാത്രയിൽ ചെയ്തിരുന്നത്. നമ്മുടെ യാത്രയിൽ സഹകരിച്ചില്ല എങ്കിൽ മറുഭാഗത്തെ യാത്രയിലും സഹകരിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്തത് അങ്ങനെയായിരുന്നില്ല. മറുഭാഗത്ത് അവർ സഹായിച്ചു, നമ്മുടെ യാത്രയിൽ സഹായിച്ചില്ല. ഒരു കാര്യം പുതുപ്പാടിയിലെ പരിസരത്തെ ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഈ പുതുപ്പാടി പഞ്ചായത്തിന്റെ ഓരത്ത് കോടഞ്ചേരി പഞ്ചായത്തിലാണ് മർക്കസിന്റെ നോളേജ് സിറ്റി എന്ന് പറയുന്ന ആ വലിയ വിദ്യാഭ്യാസ സമുച്ചയം വരുന്നത്. അവിടെ വെച്ചുകൊണ്ട് അന്ന് ലഭ്യമായ കേരള മിനിസ്ട്രിയിലെ അംഗങ്ങളെ വെച്ചുകൊണ്ട് ക്യാബിനറ്റ് ചേർന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചു, ആ വഴിയിലൂടെ വയനാട്ടിലേക്ക് പോകുന്ന ആളുകൾക്കും വയനാട് ജില്ലയിലുള്ള ആളുകൾക്കും അതുപോലെ കോടഞ്ചേരി പഞ്ചായത്തിലെ ആളുകൾക്കും ഈ പ്രദേശത്തെ നല്ലവരായ മുഴുവൻ മനുഷ്യർക്കും ഗുണകരമായ രൂപത്തിലുള്ള ഒരു നല്ല തീരുമാനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിൽ നിന്ന് നമ്മൾ ഈ കൈതപ്പൊയിൽ പരിസരത്ത് വെച്ച് കേൾക്കുകയുണ്ടായി. എന്തായിരുന്നു തീരുമാനം? ഏകദേശം കോഴിക്കോട് എയർപോർട്ടിലേക്കുള്ള ദൂരം 10-12 കിലോമീറ്റർ ചുരുങ്ങുന്ന രൂപത്തിൽ വളരെ നല്ല ഒരു റോഡ് അതിലൂടെ പ്രഖ്യാപിക്കുകയുണ്ടായി. ജനം കൈയടിച്ചു സ്വീകരിച്ചു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവേശത്തോടു കൂടിയായിരുന്നു ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിച്ചത്. നിങ്ങൾ അറിയണം, ബഹുമാന്യരായ കേരള മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റിലെ അംഗമായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ആ ഫയല് പിന്നെ നമ്മൾ കണ്ടിട്ടില്ല. എവിടെ പോയി ആ ഫയല്? AP വിഭാഗത്തോട് ദേഷ്യമുണ്ടായതിന്റെ പേരിൽ നാട്ടുകാർക്ക് കിട്ടേണ്ട റോഡ് ആരാ തടസ്സപ്പെടുത്തിയത്? ആരാണത് നശിപ്പിച്ചത്? മറുപടി പറയേണ്ടത് ചേളാരി ഫാസിസ്റ്റുകളാണ്. AP വിഭാഗത്തോടുള്ള SYSകാരോടുള്ള ദേഷ്യത്തിന്റെ പേരിൽ ഇവിടെയുള്ള ക്രൈസ്തവരോട്, ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരോട്, ഇവിടെയുള്ള ഹൈന്ദവരോട്, ഈ കുടിയേറ്റ മേഖലയിൽ വികസനത്തിന് കൊതിക്കുന്ന മനുഷ്യരോട് അനീതി കാട്ടിയത് ഇവിടെ പ്രസംഗിച്ചിരിക്കുന്ന ഈ ഊളന്മാരായിരുന്നു എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അവരുടെ സ്വാധീനം ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ കുത്തിത്തിരിപ്പിന്റെ ഫലമായിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആ റോഡിന്റെ ഫയല് അവര് മാറ്റുകയായിരുന്നു. എന്താണ് കാരണം? ആ റോഡ് നേരെ NH 212 ചേരുമ്പോൾ കുറഞ്ഞ ഒരു ഭാഗത്ത് മർക്കസിന്റെ നോളേജ് സിറ്റിയുടെ പരിസരത്തുകൂടെ വരും. നോളേജ് സിറ്റിക്ക് ചെറിയ ഗുണം മാത്രമേ ആ റോഡ് കൊണ്ടുവരുന്നുള്ളൂ. അതില്ലെങ്കിലും നോളേജ് സിറ്റി അതിന്റെ വഴിക്ക് തന്നെ വരും. അൽഹംദുലില്ലാഹ് 2020 ആകുമ്പോഴേക്ക് പ്രഖ്യാപിച്ച രൂപത്തിൽ അത് പൂർത്തിയാവുക തന്നെ ചെയ്യും. അതിന് വേറെ രണ്ടാമത്തെ ഒരു അഭിപ്രായം വേണ്ട, സംശയം വേണ്ട. പറയട്ടെ, നോളേജ് സിറ്റിയുടെ പരിസരത്തുകൂടെ വരുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ നാടിനെതിരെ നീങ്ങിയവരാരായിരുന്നു? ആ റോഡിന്റെ ഫയല് നശിപ്പിച്ചവരാരായിരുന്നു? അതെടുത്ത് പൂഴ്ത്തിയവരാരായിരുന്നു? ഇബ്രാഹിം കുഞ്ഞിനോട് നിങ്ങൾക്ക് ചോദിക്കാം, പൊതുമരാമത്ത് വകുപ്പിലെ ഓഫീസർമാരോട് ചോദിക്കാം, ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കാം, ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ കളിച്ചത് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത് ഈ കാണുന്ന രൂപത്തിൽ നമുക്കെതിരെ ചെയ്തു. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. കാസർഗോഡ് ചേളാരി ഫാസിസ്റ്റുകളുടെ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അവരുടെ നേതാവ് അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ടായിരുന്നു. അയാൾ പ്രഖ്യാപിച്ചു AP വിഭാഗത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കണമെന്ന്, അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന്. ആ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ അധ്വാനിച്ചപ്പോൾ, ഇങ്ങനെ നമുക്കെതിരെ നീങ്ങിയ സമയത്ത് ചെയ്യേണ്ട ഒരു സമയം വന്നപ്പോ ചെയ്യാവുന്ന രൂപത്തിൽ മാന്യമായിട്ട് ഒരു പക്ഷേ ഏതെങ്കിലും SYSന്റെ പ്രവർത്തകന്മാര് അതിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാനൊന്നും കഴിയില്ല. എതിർത്തവരെ എതിർക്കുക എന്ന് പറയുന്ന ഈ ഒരു നയം രണ്ടുപേരെ അതിനുശേഷമാണ് കൊലപ്പെടുത്തിയത്. ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. വഖഫ് ബോർഡിലുണ്ടായിരുന്ന നമുക്കുണ്ടായിരുന്ന പ്രതിനിധിയെ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ചു തന്നില്ല. എന്താ കാരണം? കാരണം മറ്റൊന്നുമായിരുന്നില്ല. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാകുന്ന ചേളാരി വിഭാഗത്തിന്റെ
പ്രസിഡന്റ് ആകുന്ന ആ നേതാവ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമുക്ക് ആ മെമ്പറെ തരാതിരുന്നത്. വഖഫ് ബോർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാട്ടിൽ കുഴപ്പമുണ്ടാക്കി. അതുപോലെ സുന്നി പള്ളികൾ പിടിച്ചടക്കാൻ വേണ്ട ഒത്താശ ചെയ്തു. ഗുണ്ടകൾക്ക് പോലീസിന്റെ സംരക്ഷണം നൽകി. അങ്ങനെ എല്ലാം കൂടി ചെയ്തു എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടി ഇവിടെ ഈ പൊതുയോഗം നടത്തിയ ആളുകളിലൂടെ ചെയ്തു. അതെന്താണ്? നമ്മളുമായി ഒരു പക്ഷേ വ്യക്തിപരമായി നല്ല നിലയ്ക്ക് സഹകരിച്ച മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. പുതുപ്പാടി പഞ്ചായത്തിൽ നോളേജ് സിറ്റിക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ നമ്മെ സഹായിച്ച വ്യക്തിയാണ് VK ഹുസൈൻകുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ്. അതുപോലെ തിരുവമ്പാടിയിലെ അന്നത്തെ MLA മോയിൻകുട്ടി സാഹിബ് തന്നാൽ കഴിയുന്ന രൂപത്തിൽ സഹായിച്ചിട്ടുണ്ട്. കൊണ്ടോട്ടി നിയോജക മണ്ഡലത്തിൽ മുഹമ്മദ് ഉണ്ണി ഹാജി എന്ന് പറയുന്ന MLA SYSന്റെ പ്രവർത്തകന്മാർക്ക് ചെയ്തു കൊടുക്കാവുന്ന ന്യായമായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചുവോ എന്നറിയില്ല, 24 മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സമയം നമ്മുടെ പരിസരത്തു കൂടി കടന്നുപോയി എന്ന ഒരൊറ്റ കാരണത്താൽ മോയിൻകുട്ടി സാഹിബിന് സീറ്റ് നിഷേധിച്ചു, മുഹമ്മദ് ഉണ്ണി ഹാജിക്ക് സീറ്റ് നിഷേധിച്ചു. നമ്മളുമായി നല്ല നിലക്ക് നിന്ന ഒരാളെയും ആ ആളുകളെ മുഴുവനും ഒരു ഓരത്തേക്കാക്കുന്ന സമീപനം സ്വീകരിക്കുന്ന സമയം പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏതു മനുഷ്യനും ചെയ്യാവുന്ന ഒരു കാര്യം, ആ കാര്യം മാത്രമല്ല ചെയ്തത്. ആ ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ പറഞ്ഞത്. അല്ലെങ്കിൽ SYSകാർക്ക് നിർദ്ദേശം കൊടുത്തതോ അല്ലെങ്കിൽ ആ രൂപത്തിൽ പോയതോ നാട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ? ഉസ്താദ് ആകെ ഒരു മണ്ഡലത്തിന്റെ കാര്യം മാത്രമേ പരസ്യമായി പറഞ്ഞുള്ളൂ. പരസ്യമാവട്ടെ രഹസ്യമാവട്ടെ നാട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ലേ ചെയ്തുള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ വല്ലതും കാന്തപുരം ഉസ്താദ് ചെയ്തോ? കാന്തപുരം ഉസ്താദ് ഇന്ത്യയിലെ ക്രിമിനൽ ആക്ടിൽപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? എന്ത് തെറ്റാ ചെയ്തത്? എന്നിട്ട് ഇതിന്റെ പേരിൽ ആ വലിയ ആലിമിനെ മണ്ണാർക്കാട്ടും പരിസരത്തും കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ പേര് പറയുന്ന ഗുണ്ടകൾ ഉസ്താദിന്റെ കോലമുണ്ടാക്കിയിട്ട് മയ്യത്ത് കൊണ്ടുപോകുന്ന രൂപത്തിൽ, ജനാസ കൊണ്ടുപോകുന്ന രൂപത്തിൽ കൊണ്ടുപോയിട്ട് അടുക്കി എന്ന് പറയുമ്പോ നിങ്ങൾ ഏത് ഖുർആനിന്റെ അനുയായികളാണ്? ഏത് റസൂലിന്റെ അനുയായികളാണ്? ആരാണ് നിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചത്? ആരാണ് നിങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്? അവര് കെട്ടുന്ന തലേക്കെട്ട് എന്ത് തലേക്കെട്ടാണ്? ഏത് തൊപ്പിയാണ് അവർ വെക്കുന്നത്? സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. ഒരു ആലിമിന്റെ മയ്യത്ത് കൊണ്ടുപോവുക, ആ ആലിമിന്റെ മയ്യത്ത് കൊണ്ടുപോയി അടക്കം ചെയ്യുക, കോലമുണ്ടാക്കിയിട്ട് കെട്ടിത്തൂക്കുക, വായിൽ തോന്നിയത്. ഇവിടെയുള്ള മദ്രസയിൽ പോവാത്ത, സൺഡേ സ്കൂളിൽ പോവാത്ത, ഇവിടെ യാതൊരു നിലക്കും ഒരു പക്ഷേ ഈ കാണുന്ന രൂപത്തിലൊന്നും ചെയ്യാത്ത സാധാരണക്കാരായ മനുഷ്യർ പോലും വിളിച്ചു പറയാത്ത, കള്ളു കുടിച്ച് തലക്കു മത്തു പിടിച്ചാൽ മാത്രം ചില ആളുകളുടെ വായിൽ നിന്ന് വരുന്ന തമ്മാടിത്തരങ്ങൾ, ആ തമ്മാടിത്തരങ്ങൾ നിങ്ങൾ വിളിച്ചു പറഞ്ഞത് ഏത് ശരീഅത്തുൽ ഇസ്ലാമിന്റെ പേരിലാണ് എന്ന് SK ഗുണ്ടകൾ പറയണം. ഇവിടെയുള്ള ചേളാരി ഫാസിസ്റ്റുകൾ പറയണം. മുസ്ലിം ലീഗിന്റെ ആളുകൾ പറയണം. ഇത് ഏത് ദീനാണ്? നിങ്ങൾക്ക് ആ പേര് മാറ്റുകയാണ് നല്ലത്. മുമ്പിലുള്ള ആ പേര് മാറ്റിയൊന്ന് മാറി നിൽക്കുകയാണ് നല്ലത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ 2019 ഉച്ച മുതൽ 2016 മെയ് 19 അന്ന് ഉച്ച മുതൽ നമ്മൾ കണ്ട കുറെ രംഗങ്ങളായിരുന്നു. എന്നിട്ട് മുസ്ലിയാന്മാര് പത്രസമ്മേളനം നടത്തി പറയുന്നു, മതത്തിന്റെ ആചാരങ്ങളെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. എന്നാ മൊയ്ലിയാന്മാര് കേട്ടോളൂ, മതത്തിന്റെ ആചാരത്തെയും മതത്തെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരേ ഒരു പാർട്ടി മാത്രമേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ളൂ, കേരളത്തിലുള്ളൂ. രണ്ടാമത്തെ ഒരു പാർട്ടിയില്ല. BJP ഉപയോഗിക്കാറില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത പാർട്ടിയല്ല. കോൺഗ്രസ് ഉപയോഗിക്കാറില്ല. മതത്തെയും സംസ്കാരത്തെയും ആചാരത്തെയും ദീനിനെയും വോട്ടിന് വേണ്ടി ഉപയോഗിക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയും വയലു പറയുകയും അവർക്ക് വേണ്ടിയിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരൊറ്റ പാർട്ടി മാത്രമേ ഉള്ളൂ. അത് നിങ്ങളുടെ പാർട്ടിയാ. ഈ പറയുന്ന ചേളാരി കമ്പനിയുടെ പാർട്ടിയാണ്. മറക്കണ്ട, നിങ്ങളുടെ പ്രസിഡന്റ് നേതൃത്വം നൽകുന്ന ആ പാർട്ടിയാണ് ഈ പണി ചെയ്യുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അല്പ രാഷ്ട്രീയം പറയട്ടെ. CH മുഹമ്മദ് കോയ സാഹിബാണ് ഇത് നല്ല രൂപത്തിൽ പരീക്ഷിച്ചു വിജയിച്ചയാൾ. CH ആണ് ഇത് പരീക്ഷിച്ചു വിജയിച്ചയാൾ.
മുസ്ലിം ലീഗിലേക്ക് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫഖി തങ്ങൾ കടന്നു വന്നപ്പോൾ മുസ്ലിമീങ്ങൾ വലിയ തോതിൽ ലീഗിലേക്ക് 950 ശേഷം കടന്നു വരുന്നു. തങ്ങൾ 73 വഫാത്തായപ്പോൾ പാണക്കാട് പൂക്കോയ തങ്ങളെ ഇതിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുത്തപ്പോഴാണ് CH മുഹമ്മദ് കോയ സാഹിബ് ഒരു കാര്യം കാണുന്നത്. എന്താണ് കാണുന്ന കാര്യം എന്നറിയുമോ? തങ്ങളുടെ അടുത്തേക്ക് ഉറുക്കിന് വേണ്ടി, ഏലസിന് വേണ്ടി, വെള്ളം മന്ത്രിക്കാൻ വേണ്ടി, ആത്മീയ ചികിത്സയ്ക്ക് വേണ്ടി ഇസ്ലാം അനുവദിച്ച ആചാരങ്ങൾ, ആ ആചാരങ്ങളുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന മനുഷ്യരെ, ആ മനുഷ്യരെ രാഷ്ട്രീയമായി ഭംഗിയായി ഉപയോഗപ്പെടുത്താൻ തങ്ങളിൽ നിന്ന് CH മുഹമ്മദ് കോയ സാഹിബ് പഠിച്ചപ്പോഴാണ് തങ്ങളുടെ വഫാത്തിനു ശേഷം സ്വാഭാവികമായും ലീഗിന്റെ പ്രസിഡന്റ് ആവേണ്ടിയിരുന്നത് കൊയിലാണ്ടിയിലെ സയ്യിദ് ഉമർ ബാഫഖി തങ്ങളായിരുന്നു. ബാഫഖി സയ്യിദന്മാരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വം വീണ്ടും എന്തിനാണ് പൂക്കോയ തങ്ങളുടെ മക്കളിലേക്ക് കൊണ്ടുപോയത്? ഒരൊറ്റ കാര്യം, ബാഫഖി സയ്യിദന്മാർ ആത്മീയ ചികിത്സ നടത്തുന്നവരല്ല, അവര് ബിസിനസ്സുകാരാണ്. ബാഫഖി തങ്ങൾ അരിക്കച്ചവടം നടത്തിയ ആളാണ്. മറ്റുള്ളവർ കൊയിലാണ്ടിയിലും പരിസരത്തും കച്ചവടം നടത്തുന്നവരാണ്. അതേ സമയത്ത് പാണക്കാട് കുടുംബം ആത്മീയമായി ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളാണ്. അത് കണ്ടപ്പോഴാണ് 35 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് ഈ തന്ത്രം കേരളത്തിൽ പയറ്റിയത്, പള്ളി മിഹ്റാബുകൾ ഉപയോഗപ്പെടുത്തിയത്, വയലു പറഞ്ഞത്. അടുത്ത കാലത്തൊരു മുസ്ലിയാർ വയലു പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് പോകേണ്ട കോണിയാണ് എന്ന്. കോണിയെ സ്വർഗത്തിന്റെ അവതാരമാക്കി, പച്ചയെ സ്വർഗത്തിന്റെ കളറാക്കി മാറ്റി. തോന്നിയെടുത്തും പറ്റുന്നിടത്തും ഹദീസും ആയത്തും ഓതി വയലു പറഞ്ഞു. എന്നിട്ട് വോട്ടിന് വേണ്ടി ഈ തെമ്മാടിത്തരം കാണിക്കുന്ന ഒരൊറ്റ പാർട്ടി, അത് നിങ്ങളുടെ പാർട്ടിയാ, ഞങ്ങളല്ല, ചേളാരി പാർട്ടിയാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി വയലു പറയുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ. വയനാട് ചുരം കയറി കഴിഞ്ഞാൽ ഇവിടെ വരുന്ന നിയോജക മണ്ഡലമാണ് കൽപ്പറ്റ. കൽപ്പറ്റയിൽ മത്സരിച്ച 2 പേരുണ്ടായിരുന്നു. ഒന്ന് MV ശ്രേയംസ് കുമാർ, മറ്റൊരാൾ CK ശശീന്ദ്രൻ. CK ശശീന്ദ്രൻ എന്ന് പറയുന്ന വളരെ നിഷ്കളങ്കനായ ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം ചെരുപ്പ് ധരിക്കാറില്ല. സാധാരണക്കാരുടെ കൂടെ ജീവിക്കുന്ന നല്ല ഒരു കർഷകനായ പാവപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് CPIM-ന്റെ CK ശശീന്ദ്രൻ. എതിർഭാഗത്തുണ്ടായിരുന്നത് MV ശ്രേയംസ് കുമാർ ആയിരുന്നു. മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടറായ MP വീരേന്ദ്രകുമാറിന്റെ മകനും മാതൃഭൂമിയുടെ ഡയറക്ടർമാരിൽ ഒരാളുമായ ശ്രേയംസ് കുമാർ ആയിരുന്നു അപ്പുറത്തുണ്ടായിരുന്നത്. അവിടെ മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള മണ്ഡലം തന്നെയാണ് കൽപ്പറ്റ എന്ന് പറയുന്ന മണ്ഡലം. ആ കൽപ്പറ്റ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ശ്രേയംസ് കുമാർ മത്സരിച്ച സമയം അവിടെ ജനങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ കാറ്റുമെല്ലെ വീശാൻ തുടങ്ങി. എന്താണ് വീശിയ കാറ്റ്? ഈ ശ്രേയംസ് കുമാറിന്റെയും വീരേന്ദ്രകുമാറിന്റെയും നേതൃത്വത്തിലുള്ള മാതൃഭൂമി പത്രമാണ്, അവരുടെ ചാനലുകളാണ്, അവരുടെ സംവിധാനങ്ങളാണ് കഴിഞ്ഞ 20 കൊല്ലക്കാലമായി മുസ്ലിമീങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ട്, മുസ്ലിമീങ്ങളെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടിയിട്ട് ആരുടെയോ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാകെ അവതരിപ്പിക്കുന്ന 1-2 മുസ്ലിം നാമധാരികളുണ്ട്, മൂന്നാമത്തെ ആളുണ്ടാവില്ല. മുസ്ലിമീങ്ങളെ കുത്താൻ പറ്റുന്നിടത്ത് മുഴുവനും കുത്തിയ പ്രസ്ഥാനമാണ് മാതൃഭൂമി കമ്പനി എന്ന് പറയുന്ന കമ്പനി. അതിന്റെ ഭാഗമായിട്ട് അവര് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിക്കുന്ന രൂപത്തിൽ അവരുടെ നഗരം പേജിൽ ഒരു റിപ്പോർട്ട്, അതല്ലെങ്കിൽ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് ചെയ്ത ആ കമ്പനിയുടെ ഡയറക്ടറാണ് MV ശ്രേയംസ് കുമാർ എന്ന ആ ഒരു കാറ്റ് വയനാട്ടിലെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ ഇടയിൽ മെല്ലെ അങ്ങനെ പരന്നപ്പോൾ പാണക്കാട്ട് നിന്ന് ആളുകൾ വരുന്നു, കോഴിക്കോട്ട് നിന്ന് ആളുകൾ ചുരം കയറി വരുന്നു, കുടുംബയോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് രസകരമായ ഒരു കാര്യം. എന്താണ് പ്രസംഗിക്കുന്നത്? ഹബീബ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടത്തെ എളാപ്പയായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടുളി എഴുതുകൊണ്ട് കൊന്ന വഹ്ശിക്ക് മാപ്പ് കൊടുത്ത റസൂലുള്ളയാണ്. വഅലമു ഉമ്മത്ത സയ്യിദുനാ മുഹമ്മദ് ഒരു വയലാണ്. രണ്ടാമത്തെ വയല് ആ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ കരള് ചവച്ചു തുപ്പിയ ഹിന്ദ് എന്ന് പറയുന്ന സഹോദരിക്ക്
മാപ്പ് കൊടുത്തയാളാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതുകൊണ്ട് ആ എഴുതിയത് അങ്ങനെ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾ മറക്കണം, ഹബീബിനെ മറക്കണം, പച്ചക്കുബ്ബയെ മറക്കണം, റൗളയെ മറക്കണം. അത് മറന്നും നിങ്ങൾ വോട്ട് ചെയ്യണം. വയലു പറഞ്ഞില്ല എന്ന് ഇവിടെ പ്രസംഗിച്ച ഊളന്മാര് പറയട്ടെ, ഇവിടെ പ്രസംഗിച്ച ആളുകൾ പറയട്ടെ, നിങ്ങളല്ലേ പോയി എന്ന് പറഞ്ഞു കൊടുത്തത്. അള്ളാഹു തക്ക പ്രതിഫലം കൊടുത്തു. ഒരിക്കലും ജയിക്കുമെന്ന് ശശീന്ദ്രൻ പോലും വിചാരിച്ചിട്ടില്ലാത്ത നിയോജക മണ്ഡലത്തിൽ, LDF വിചാരിക്കാത്ത നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിന് അള്ളാഹുവാണ് ആ മനുഷ്യനെ വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ടാ ജയിച്ചത് എന്ന് ഒരു പക്ഷെ ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാവില്ല. കാരണം അവിടെ നിങ്ങൾ കളിച്ച കളിയാണ്, നിങ്ങൾ ചെയ്ത പണിയായിരുന്നു അത്. പോരാ, ഒരു കാര്യം കൂടി പറയട്ടെ, ഞാൻ ക്ലിപ്പ് കാണിച്ചു വയലു പറയുന്ന ആളല്ല, അതുകൊണ്ട് ക്ലിപ്പ് ഇല്ലാതെ തന്നെ പറയട്ടെ. വടകര നിയോജക മണ്ഡലത്തിൽ വടകര ടൗണിൽ ഒരു സ്ഥാപനമുണ്ട്, പാരമ്പര്യമുള്ള ഒരു മദ്രസയും അറബിക് കോളേജും, ബുസ്താനുൽ ഉലൂം. ആ ബുസ്താനുൽ ഉലൂം എന്ന് പറയുന്ന അറബിക് കോളേജിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഒരു ഫോട്ടോ ലോകം കാണുകയാണ്. എന്താണ് കാണുന്ന ഫോട്ടോ? അവിടെ പഠിക്കുന്ന വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി വന്ന കൊച്ചു മക്കളെ വരിയായി നിർത്തിയിട്ട് അതിന്റെ നടുവിൽ അവിടെ മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥിയായ മനയത്ത് ചന്ദ്രന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നതിന്റെ ഫോട്ടോയായിരുന്നു വടകര ബുസ്താനിൽ നിന്ന് ലോകം കണ്ടത്. വടകര ബുസ്താനിൽ നിന്ന് ആ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മാധവൻകുട്ടി പറയുന്നു, രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ 33 പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട് പാണക്കാട് മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെന്ന്. നിങ്ങൾ ചെയ്ത പണിക്ക് ഞങ്ങളെ പറയണ്ട. മലർന്ന് കിടന്ന ചങ്ങാതിമാരെ തുപ്പുന്നത്, മലർന്ന് കിടന്ന തുപ്പുന്നത് മുഖത്തേക്ക് വരും. ET മുഹമ്മദ് ബഷീർ സാഹിബ് വളരെ നല്ല മനുഷ്യനാണ്. പക്ഷെ ഇപ്പൊ പഴയ ഉശിരുണ്ടല്ലോ, ആ മാവൂരത്തെ ഉശിര് അതൊക്കെ കഴിഞ്ഞു. പല്ല് കൊഴിഞ്ഞ സിംഹമാണ്. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? AP വിഭാഗത്തിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ET ബഷീർ സാഹിബിനോട് ഒരു കാര്യം പറയാണ്, ഒരേ ഒരു കാര്യം, പറഞ്ഞത് പോസിറ്റീവാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഞങ്ങൾ കൂടെ ഉണ്ടാകും. പറഞ്ഞത് പോസിറ്റീവാണെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഞങ്ങളോട് ഒരു നയവും മറ്റുള്ളവരോട് മറ്റൊരു നയവും കാണിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഈ കാണുന്ന രൂപത്തിൽ മാനം കെട്ടത്. 2.5 ലക്ഷം വോട്ടാണ് മുസ്ലിം ലീഗിന് മാത്രം കേരളത്തിലെ 18, 24 നിയോജക മണ്ഡലത്തിൽ നഷ്ടപ്പെട്ടത്. 2.5 ലക്ഷം വോട്ട്. പലരും ഭാഗ്യത്തിന് കഴിച്ച് കരകയറിപ്പോയതാ. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞങ്ങളോട് ഏത് നയം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആലോചിക്കൂ. ആ ഞങ്ങളോട് ഈ നയം സ്വീകരിച്ചത് തെറ്റായി എന്ന് തോന്നുകയും എന്നിട്ട് മാന്യമായ രൂപത്തിൽ ഞങ്ങളോട് ഇടപെടണമെന്ന് തോന്നുകയുമാണെങ്കിൽ, ആ രൂപത്തിലാണ് നിങ്ങളുടെ ആ പ്രതികരണമെങ്കിൽ നല്ലത്, സന്തോഷം, ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അതേ സമയത്ത് ചില പത്രങ്ങൾ എഴുതി ഇതുവരെ അവരോട് മൃദു സമീപനമായിരുന്നു, ഇനി മുസ്ലിം AP വിഭാഗത്തോട്, കാന്തപുരം വിഭാഗത്തോട് ഞങ്ങൾ കുറച്ച് സ്ട്രോങ് ആയി പെരുമാറുകയാണ് എന്നാണ് ബഷീർ സാഹിബ് പറഞ്ഞത് എന്ന്. മണ്ണാങ്കട്ട ചങ്ങാതിമാരെ, ഞങ്ങളെ ഈ കാണുന്ന ശക്തി ഇല്ലാത്ത കാലത്ത്, നിങ്ങൾക്ക് കേന്ദ്രത്തിലും കേരളത്തിലും പിടിപാടുള്ള കാലത്ത്, അതുപോലെ കുറഞ്ഞ മുതല്ലിമീങ്ങളും ആലിമീങ്ങളും മാത്രമുണ്ടായിരുന്ന കാലത്ത് നിങ്ങളോടടിച്ച് ജയിച്ച് വളർന്നു വന്നവരാ ഞങ്ങള്. മറക്കണ്ട. ആ ഞങ്ങളെയാണോ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വരുന്നത്? അതെ, അത് വാഴക്കാട് കൊണ്ടുപോയി വെച്ചാൽ മതി, അത് മപ്പുറത്ത് പോയിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങളോട് പറയണ്ട. ഞങ്ങള് പെരുമ്പാമ്പിനെയല്ല രാജവമ്പാലെ കണ്ടാ വളർന്നത്. എന്നിട്ട് ഞങ്ങളോട് ഞാഞ്ഞൂലിനെ കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വരിക. ഇപ്പൊ കേരളം ഭരിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ സർക്കാരല്ല. ഇപ്പൊ കേരളം ഭരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ സർക്കാരല്ല. ഇപ്പൊ കേരളം ഭരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ അടിച്ചൊതുക്കാമെന്നാണെങ്കിൽ
അതിന് പറ്റുന്ന രൂപമല്ല. ഭരണം മാറിയിട്ടുണ്ട്, ഭരണം മാറിയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേന്ദ്രത്തിലും മാറിയിട്ടുണ്ട്. ആ രണ്ട് സ്ഥലത്തും ഭരണമുള്ള കാലത്ത് നിങ്ങളോട് പടപൊരുതിയിട്ട് വിജയിച്ചു വന്നവരായി നിൽക്കുന്നവർ ഞങ്ങൾ കൊണ്ടും കൊടുത്തും വളർന്നു വന്നവരാണ്. ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ മാത്രം നിങ്ങളുടെ ആ കോഴിക്കോട്ടുള്ള ഓഫീസിലെ ബിരിയാണി കമ്മിറ്റി വലുതായിട്ടില്ല എന്ന് സാന്ദർഭികമായി പറയുകയാണ്. ഞങ്ങളെ പാഠം പഠിപ്പിക്കാൻ ആ കാലം കഴിഞ്ഞു കൂട്ടരെ, ആ കാലം കഴിഞ്ഞു. 6000-ലധികം യൂണിറ്റുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. SYSന് 4000-ലധികം യൂണിറ്റ്, കേരള മുസ്ലിം ജമാഅത്തിന് 6300 യൂണിറ്റ്, SSFന് ഒരു മാസം കൊണ്ടാണ് കേരള മുസ്ലിം ജമാഅത്തിന് ഞങ്ങൾ നേതൃത്വം നൽകി അതിനെ സമൂഹത്തിന് സമർപ്പിച്ചത്. 30 ദിവസം കൊണ്ട് കേരളത്തിലൊരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയവരാ ഞങ്ങൾ. അതിനു മാത്രം തന്റെ ഇടമുണ്ട്, അതിനു മാത്രം വലിയ ശേഷി ഞങ്ങൾക്കുണ്ട്. അഹങ്കരിച്ചു പറയുകയല്ല, പറയേണ്ടി വന്നപ്പോ പറയുകയാണ്. എന്നിട്ട് ഞങ്ങളെ ഓലപ്പാമ്പ് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ വരിക. വേണ്ട കൂട്ടരെ, വേണ്ട വേണ്ട. പഴയ 95% മുസ്ലിമീങ്ങൾ 40 കൊല്ലം മുമ്പ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും കുറഞ്ഞ് 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 കാലിന്റെ ചോട്ടിലെ മണ്ണ് നീങ്ങിപ്പോകുന്നത് നിങ്ങളുടെ നയവൈകല്യം കൊണ്ടാ. ഈ കൂടെയുള്ള തെമ്മാടിക്കൂട്ടത്തെ നിയന്ത്രിച്ചു നിർത്തുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ കരപിടിക്കില്ല, പച്ച പിടിക്കില്ല. ഈ കാര്യം ശരിക്കും മനസ്സിലാക്കണം. 2 കാര്യാ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ BJPക്ക് വോട്ട് കൊടുത്തുവെന്ന് ശ്രീധരപ്പിള്ള പറയാണ്. നമ്മൾ വോട്ട് ചെയ്യാറില്ല, നമ്മൾ വോട്ട് ചെയ്യാറില്ല, നമ്മൾ അങ്ങനത്തെ വോട്ട് ചെയ്യുന്നവരല്ല. അത് മാത്രല്ല, പറയട്ടെ, മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ 89 വോട്ടിന് PB അബ്ദുൾ റസാഖ് ജയിച്ചു എന്ന് കേട്ടപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരാണ് SYSന്റെ പ്രവർത്തകന്മാരായ ഈ കാണുന്ന ജനവിഭാഗം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരാണ്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചില്ലല്ലോ, അതിന്റെ പേരിൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞവരാ ഞങ്ങള്. ആ ഞങ്ങളോടാണോ നിങ്ങൾ പറയുന്നത് BJPക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു എന്ന്? നിങ്ങളുടെ സ്വഭാവം പറഞ്ഞതാ, അത് ഞങ്ങളോട് വേണ്ട, അത് വേറെ ആരോടോ പറഞ്ഞാൽ മതി. പോരെ പോയി സ്വന്തം ഇങ്ങനെ പറയാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പറഞ്ഞാൽ സന്തോഷായിരിക്കും. വേറെ ആരും കേൾക്കൂലല്ലോ, അവിടെ പോയി പറഞ്ഞോളൂ, ഞങ്ങളോട് പറയണ്ട. രണ്ടാമത്തെ കാര്യം, ഞങ്ങളെ അടിച്ചൊതുക്കാമെന്നാണെങ്കിൽ അതെ, ആ കാലം കഴിഞ്ഞിട്ടുണ്ട്, ആ കാലം കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ബോധമുണ്ടാകണം. കേന്ദ്രം ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സർക്കാരല്ല, മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുള്ള സർക്കാരല്ല. കേന്ദ്രം ഭരിക്കുന്നത് BJP സർക്കാരാണ്, കേരളം ഭരിക്കുന്നത് LDF ആണ്. ആഭ്യന്തരം ഇവിടെയുള്ള പിണറായി വിജയന്റെ കയ്യിലാണ്. അത് മറക്കണ്ട നിങ്ങൾ. എന്നിട്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നോ? അത് പള്ളി പറഞ്ഞാൽ മതി, ഏതോ പള്ളി കയ്യിലുണ്ടെങ്കിൽ അവിടെ പോയി പറഞ്ഞാൽ മതി, ഞങ്ങളോട് പറയണ്ട. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, AP ഉസ്താദ് പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ, അതിനപ്പുറം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തെറ്റായ പണിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അതിന്റെ പേരിൽ AP ഉസ്താദിന്റെ മേലെ കുതിര കയറുന്ന ആളുകളോട് പറയാണ്, നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് പാണക്കാട്ട് നിന്നാ പോയി തുടങ്ങിയടാ. അവിടെ പോയി തുടങ്ങി. അവിടെയാണ് തലേ കൈവച്ച് മന്ത്രിച്ചു കൊടുത്ത് ആൾക്കാരെ ഇറക്കി തോറ്റുപോയത്. AP ഉസ്താദ് ആരെങ്കിലും തലേ കൈവച്ച് മന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിക്കോ നിങ്ങൾ. AP ഉസ്താദ് പറഞ്ഞെടുത്ത് കാര്യം നടന്നിട്ടുണ്ട്, വെറുതെ ഒന്നുമല്ല. അതേ സമയത്ത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ പ്രസംഗം നടത്തേണ്ടത് കൊടപ്പനക്കൽ തറവാട്ട് പോയി നടത്തിക്കോ, ഞങ്ങളെടുത്തു വേണ്ട. ആ ഭീകരവാദത്തിന്റെ കാലം കഴിഞ്ഞു. പഴയ കളവ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഈ കാണുന്ന രൂപത്തിൽ പറയാമെന്നാണ് വിചാരമെങ്കിൽ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് മാത്രം ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ബഹുമാനപ്പെട്ട വഹാബ് സഖാഫി മമ്പാടൂരുകൾ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അതിന് അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.